കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലാഞ്ഞു തെളിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയാണ് കാട്ടിലെ. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോ ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളതാ അടിപൊളി കയാക്കിങ് ഇതാ സന്ധ്യ ആയ സമയത്താണ് 6 മണിക്ക് ശേഷമാണ്. 6 മണിക്ക് ശേഷം നല്ല കിടിലം കയാക്കിങ് ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടവഞ്ചി കയാക്കിങ് അല്ല, സോറി, കുട്ടവഞ്ചി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ പക്ഷെ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇരുട്ടാവും കേട്ടോ. 6 മണി ആയതുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടൽ മരങ്ങളൊക്കെ അതിന്റെ പേരിൽ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. കൊച്ചാരെ കാലും കൊണ്ട് വേണമെങ്കിൽ പിടിച്ചു. അടുത്ത ആള് ഞാൻ കേറട്ടെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? റയാൻ വിസിൽ അടിച്ചു തുടങ്ങി. ഇങ്ങോട്ടോക്ക് അണ്ണാ, എങ്ങനെയാണ് ഈ റൈഡ് സംഭവം? റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 300 അങ്ങനെയാണ് പറഞ്ഞത്. നമ്മള് കുട്ടവഞ്ചി എത്ര സമയം മുതല സാധാരണ സ്റ്റാർട്ടിംഗ് ടൈമാ? രാവിലെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈം തൊട്ടുണ്ട്. നമ്മൾ 5:30-6 മണി തൊട്ട് സ്റ്റാർട്ടിംഗ്. 6 മണി തൊട്ട് രാവിലെ. ഓക്കെ ഓക്കെ. ഓക്കെ, കുട്ടവഞ്ചി അല്ല നമുക്ക് വേറെ എന്താ ആക്ടിവിറ്റീസ് ഉണ്ട്? കയാക്കിംഗ്, പെഡൽ ബോട്ട്, കനായിങ് ബോട്ട്, ഷിക്കാര ബോട്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഹായ് കാണ, ഹായ് പറ. നമ്മള് മറ്റേ അതിന്റെ അടിയിൽ കൂടെ കെട്ടിക്കോ കേട്ടോ. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഷ്ടംപോലെ തിരക്കുണ്ട് കേട്ടോ. നമ്മള് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് വന്നത്. ഞായറാഴ്ച വന്നപ്പോഴേക്കും നല്ല കര കാണ കടലല മേലെ സ്നേഹത്തിൻ. അപ്പോൾ നമ്മളിപ്പോൾ അഷ്ടമുടി കായലിൽ കൂടെ ആണെങ്കിൽ ഒരു അടിപൊളി കുട്ടവഞ്ചി റൈഡാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നല്ല കിടിലം കുട്ടവഞ്ചി റൈഡ്, അതും വളരെ ചെറിയ റേറ്റിനാണെങ്കിൽ നല്ല കിടിലം സ്പോട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നത്. നമ്മുടെ മൺട്രോ തുരുത്ത് ജെ കർവ് എസ് കർവാണ്. എസ് കർവാണ്. അപ്പോൾ എസ് കർവിൽ നിങ്ങൾക്ക് ജങ്കാറിലെല്ലാം കയറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ വന്നതിന് ശേഷം കയാക്കിങ് ചെയ്യാം, കുട്ടവഞ്ചി ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സൂപ്പറായിരിക്കും. എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇങ്ങോട്ട് നോക്കൂ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇങ്ങോട്ടോ കൊള്ളാമോ? കൊള്ളാം. അപ്പോ വിസിൽ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്തൂടെ തിരിച്ച് കറങ്ങി വരണത്. കഴിഞ്ഞു. സീസൺ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണ ഏതാണ്? ആൾക്കാർക്ക് ആവശ്യം എന്താണ്? ആവശ്യം ചെറുപ്പക്കാരായിട്ട് കയാക്കാണ്. ഓക്കെ, ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നമുക്ക് കനോയിങ്, പിന്നെ വരുന്നത് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കനോയിങ് ആണ്. ഓക്കെ. പിന്നെ അതിൽ കുറച്ച് പേര് നമ്മള് സ്ഥിരം പോകുന്നവര് കുട്ടവഞ്ചി തന്നെ വരും. സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? നമ്മള് കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ വരെ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ കണ്ടായിരുന്നു. ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇതാ കയാക്കിംഗ് ആണ്. ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കയാക്കിംഗ് ആണ് കൂടുതലായിട്ടും അവർ പ്രിഫർ ചെയ്യണത് കേട്ടോ. പേടിയില്ല. പേടിയുണ്ടോ?
പേടിയില്ല. പേടിയുണ്ടോ? പേടി മൊത്തം കരയിൽ നിൽക്കുന്ന അവളെ അമ്മക്കാണ് പേടി. ആർക്കാണ് പേടി? ഒരു അമ്മമാർക്കല്ലേ? ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ അഷ്ടമുടി കായലിൽ കാട്ടിലെ കട എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പ്രേമിൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതുകൂടാതെ തന്നെ കുട്ടവഞ്ചി, അത് വിത്ത് ഫാമിലി ആയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി റൈഡ് തന്നെയാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒന്ന് വന്നു നോക്കും. നമ്മുടെ എസ് കർവാണ്, എസ് കർവ് കൊല്ലം. ഇനിയിപ്പോൾ ഫുള്ള് കിടന്ന ആട്.